ഹലോ എവ്രി വൺ, അർച്ചന സ്റ്റാരറ്റ് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഞാൻ കാർഡുകൾ എടുക്കുന്നത് ടൈംലെസ് ആയിട്ടും ജെൻഡർലെസ് ആയിട്ടും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത് നിങ്ങൾ സ്വീകരിക്കാം. അപ്പൊ ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കണം എന്നാണ്. അപ്പോൾ അതിനായി എടുത്തിരിക്കുന്ന കാർഡുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് പേജ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്, ദ ടവർ, അടുത്തത് ഏസ് ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, നയൻ ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, അവസാനത്തത് ദ എംപറർ. നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ആ വ്യക്തി ഒരു നല്ല സ്ഥിരതയും ഉത്സാഹശീലവും എന്നും നിങ്ങൾ പറയുന്ന രീതിയിൽ മനസ്സിലാക്കുന്നതുമായ വ്യക്തിയാണെന്നാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി റിസ്ക് എടുക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് നിങ്ങൾ കരുതിയത്. അതെല്ലാവരും അങ്ങനെയാണല്ലേ. നമ്മള് എപ്പോഴും നമ്മള് കണ്ടുമുട്ടുന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എപ്പോഴും നമുക്ക് നല്ലതാണെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. ആദ്യം നമ്മൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു നല്ല ഒരു ആളാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അതായത് ഒരു നീതി അല്ലെങ്കിൽ ഒരു നേരായ വശം നിങ്ങൾ ചിന്തിക്കുന്നു. ഇതൊന്നുമല്ല സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം കാര്യങ്ങൾ തകിടം മറിയുന്ന അവസ്ഥ. അടുത്തത് ദ ടവർ ആണ്. അതായത് കാര്യങ്ങൾ തകിടം മറിയുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതും കാണുന്നതുമായ കാര്യങ്ങളൊന്നും തന്നെ സത്യമല്ലായിരുന്നു എന്ന തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കി, അതായത് ആ വ്യക്തി നമുക്ക് ശരിയായിട്ടുള്ള വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തകർന്നു പോകും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ദ ടവർ. അപ്പൊ നിങ്ങൾ ആ ബന്ധം അവസാനിപ്പിച്ചത് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവം തീരുമാനിച്ച് ഒരു കാര്യത്തിലേക്ക് എത്തുകയും ആ വ്യക്തിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ സമൃദ്ധിയിലേക്ക് എത്താനും സാധിച്ചു എന്നാണ് നയൻ ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ വൈകാരികമായും വിവേകപൂർവമായും ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും അതുപോലെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപറർ അല്ലേ. അപ്പം എംപറർ എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. അധികാരവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ടോപ്പിക് എടുത്ത് കാർഡ് റീഡ് ചെയ്തതിലൂടെ എനിക്ക് ഒരു ജനറൽ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ ഒരു അനുഭവത്തിലൂടെ നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. അതായത് അവരൊരു നല്ല വ്യക്തിയാണെന്നോ ചീത്ത വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നോ ഒന്നും നമുക്ക് ആദ്യമേ തന്നെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അപ്പൊ തന്നെ അവരെ ജഡ്ജ് ചെയ്ത് കളയരുത്. അപ്പൊ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ച് ആ വ്യക്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് എത്തിച്ചാടുക. അപ്പം എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ വിവേകപൂർവമായിട്ട് ചിന്തിച്ചു വേണം ഇതുപോലുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.